രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് കേരള സർവകലാശാല വിസിക്ക് സുരക്ഷിതത്വം ഒരുക്കാത്ത സാഹചര്യത്തിൽ നാളെ നടത്താനിരുന്ന സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെച്ചു. ക്യാമ്പസിൽ സുരക്ഷിതത്വമില്ലെന്നും പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നുവെന്നും കാണിച്ച് കേരള വിസി ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഗവർണർക്ക് കത്തയച്ചു. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വിസിക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പോലീസ് വിസിക്ക് സംരക്ഷണം നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെച്ചത്. കഴിഞ്ഞയാഴ്ച മുൻ വിസിയുടെ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത ശേഷം കാറിൽ കയറിയ വിസിയെ പോലീസ് നോക്കി നിൽക്കെ SFIക്കാർ ഏറെ സമയം തടഞ്ഞുവച്ചിരുന്നു. തുടർന്ന് വിസി ഗവർണറെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് വിസിയെ പ്രക്ഷോഭകരിൽ നിന്നും മോചിപ്പിച്ചത്. യൂണിവേഴ്സിറ്റിയിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികളും സെനറ്റ് അംഗങ്ങളും വിസിയെ തടഞ്ഞുവെക്കുകയും കയ്യേറ്റം ചെയ്യാനും വാഹനത്തിന് നാശനഷ്ടങ്ങൾ വരുത്താനും ശ്രമിക്കുകയും ചെയ്തിട്ടും കുറ്റവാളികളായ അക്രമം കാട്ടിയവർക്കെതിരെയോ അക്രമം നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ യാതൊരു നടപടിയും DGPയെ അറിയിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. യൂണിവേഴ്സിറ്റി അധികൃതർക്കും ജീവനക്കാർക്കും സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണിതെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തനിക്ക് സുരക്ഷ നൽകുന്നതിൽ നിഷ്ക്രിയത്വം പാലിക്കുന്നതായും പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്താതെ ക്യാമ്പസിൽ പ്രവേശിക്കാനാവില്ലെന്നും അറിയിച്ചുകൊണ്ടുള്ള കത്ത് വിസി ഗവർണർക്ക് കൈമാറി. നവംബർ 1 ചേർന്ന കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗം രാത്രി 8 മണിവരെ നീണ്ടുവെങ്കിലും രജിസ്ട്രാറെ തിരിച്ച് സർവീസിൽ പ്രവേശിപ്പിക്കുന്ന വിഷയം മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിനെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുവാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചു. എന്നാൽ രജിസ്ട്രാർക്കെതിരായ അന്വേഷണങ്ങളും പോലീസ് കേസും പൂർത്തിയാകാതെ തിരികെ പ്രവേശിക്കാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു വിസിയുടേത്. സിൻഡിക്കേറ്റ് തീരുമാനം വിസി അന്തിമ തീർപ്പിന് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം ഗവർണർക്ക് കൈമാറിയിരിക്കുകയാണ്. പോലീസിന് പരാതി നൽകിയിട്ടും ആക്രമികൾക്കെതിരെ പോലീസ് യാതൊരു നടപടിയും കൈക്കൊള്ളുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ക്യാമ്പസിൽ സുരക്ഷിതത്വം ലഭിക്കാത്തതുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം മാറ്റിവെക്കേണ്ടി വന്നതായി അറിയിച്ചുള്ള കത്ത് രജിസ്ട്രാർ DGPക്ക് നൽകി. സിൻഡിക്കേറ്റ് ചർച്ച ചെയ്യേണ്ട നൂറുകണക്കിന് വിഷയങ്ങൾ നാളത്തെ യോഗ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. വൈവ-വോസി ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയാക്കിയ 64 പേർക്ക് PhD അവാർഡ് ചെയ്യുന്ന വിഷയം, വിവാദമായ ഗവേഷക വിദ്യാർത്ഥിയുടെ സംസ്കൃത PhD, അധ്യാപകരുടെ പ്രമോഷനുകൾ, മാർച്ച് 31 മുൻപ് പൂർത്തിയാകേണ്ട ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള PM ഉഷ ഫണ്ടിലൂടെ ലഭിച്ച 100 കോടി രൂപയുടെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കേണ്ടതുണ്ട്. PhD ബിരുദം നൽകുന്നതിൽ ഒരു സംസ്കൃത ഗവേഷക വിദ്യാർത്ഥിയോട് സർവകലാശാല ഡീനായ വനിതാ പ്രൊഫസർ ജാതി അധിക്ഷേപം കാട്ടിയതായുള്ള ആരോപണത്തിൽ അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ കഴിഞ്ഞ യോഗം തടസ്സപ്പെടുത്തിയതും തുടർന്നുള്ള അക്രമങ്ങൾക്ക് കാരണമായതെന്നും വിസി ഗവർണർക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്യാമ്പസിൽ സമാധാന അന്തരീക്ഷവും തനിക്ക് സുരക്ഷിതത്വവും ലഭിക്കുമെന്ന് ഉറപ്പുവന്നതിനു ശേഷം മാത്രമേ സിൻഡിക്കേറ്റ് യോഗം ചേരുകയുള്ളൂവെന്ന നിലപാടിലാണ് വിസി.